ഓക്കെ അല്ലേ. 11th സ്റ്റാൻഡേർഡൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. എന്താണെന്നറിയില്ല, കൊമേഴ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ നല്ല രസമൊക്കെ തോന്നുന്നുണ്ട്, ഇല്ലെങ്കിൽ കുറച്ച് ബോറടിയൊക്കെയാണ്. കുറേ സബ്ജക്ട്സ് ഉണ്ട്, 5-6 സബ്ജക്ട്സ് ഉണ്ട്. അതിൽ ഏറ്റവും കുറച്ച് ഇങ്ങനെ ഇടങ്ങേറാക്കുന്നത് ബിസിനസ് സ്റ്റഡീസാണ്. അതിൽ കുറേ പഠിക്കാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവില്ല നിങ്ങൾ. അങ്ങനെ +1 അഡ്മിഷനൊക്കെ എടുത്ത് ഒന്നിങ്ങനെ സ്കൂളൊക്കെ ഒന്ന് പരിചയപ്പെട്ട്, സീനിയേഴ്സിനൊക്കെ ഒന്ന് പരിചയപ്പെട്ട്, കൂടുള്ളവരൊക്കെ ഒന്ന് പരിചയപ്പെട്ട്, ടീച്ചേഴ്സിൻ്റെ പേരൊക്കെ ഒന്ന് പഠിച്ച് ഇങ്ങോട്ട് സെറ്റായി വരുമ്പോഴത്തേക്കിന് ആര് വന്നു? ഓണപ്പരീക്ഷ വന്നു. ഓണപ്പരീക്ഷ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞു വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ആദ്യമായിട്ടൊന്നും നല്ല പരീക്ഷ ചെയ്യുന്നത്. ഞങ്ങൾ 10ാം ക്ലാസ്സിൽ നിന്ന് ഓണപ്പരീക്ഷ എഴുതിയതാണ്, ഒക്കെ പരീക്ഷ എഴുതിയിട്ടുണ്ട്. എന്നാലും 11th സ്റ്റാൻഡേർഡത്തെ ഓണപ്പരീക്ഷ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പേടിയുണ്ടോ? ഇതല്ലേ, ചിലവർക്ക് പേടിയുണ്ടാവും, ചിലവർക്ക് ഇതല്ല, ഇങ്ങനെ നിന്ന പോലെ ഇതല്ല, ഇതിൻ്റെ അപ്പുറം കണ്ടവനാണെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന മനുഷ്യന്മാരും ഉണ്ടാവുമല്ലോ. എനിവേ, ഞാനിപ്പോൾ ഇവിടെ വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഓണപ്പരീക്ഷയ്ക്ക് എന്തെങ്കിലും തരത്തിലൊരു ചെറിയ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നും ആ ചാപ്റ്റേഴ്സിൽ എന്തൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതെന്നും ഇനി പഠിക്കാൻ പോകുന്നത് എങ്ങനെ പഠിക്കണമെന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ചെറിയ സ്മോൾ വീഡിയോ റിഗാർഡിംഗ് യുവർ ഓണം എക്സാമിനേഷൻ എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കേട്ടോ. സോ വെൽക്കം ടു ദ എജുപോർട്ടിലെ ബിസിനസ് സ്റ്റഡീസ് എടുക്കുന്ന അഫ്ലസ് സാറാണ് ഞാൻ. ടുഡേ വി ആർ ഗോയിങ് ടു ചെറിയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു പരിചയപ്പെടാൻ പോവാണ് 3 ചാപ്റ്റേഴ്സിനെ. സോ ഫോർ ദ ഓണം എക്സാമിനേഷൻ വി ആർ എക്സ്പെക്ടിങ് 3 ചാപ്റ്റേഴ്സ് ഫ്രം ദ ബിസിനസ് സ്റ്റഡീസ് എന്നുള്ളതാണ്. ബൈ ഓഗസ്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് 3 പല സ്കൂളുകളിലും പലതിലായിരിക്കും എത്തി നിൽക്കുന്നുണ്ടാവുക, വി നോ ദാറ്റ്. ഓക്കെ, ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ബൈ ഓഗസ്റ്റ് ആയിട്ട് ഇയർ പ്ലാൻ പ്രകാരം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് എത്രയാണ്? 3 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ 3 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വി ആർ എക്സ്പെക്ടിങ് ഒന്നെങ്കിൽ ഈ 3 ചാപ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഈ ചാപ്റ്റേഴ്സിനെക്കാട്ടും കുറവ് എന്നുള്ളതാണ്. നോട്ട് എക്സ്പെക്ടിങ് മോർ ദെൻ 3ൻ്റെ മുകളിലേക്ക് ചാപ്റ്റേഴ്സ് പോകുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. എനിവേ വി ക്യാൻ സി എത്രത്തോളം ഇത് പോകും എന്നുള്ളത് നമുക്ക് നോക്കാം എന്നുള്ളതാണ്. സോ ബിസിനസ് സ്റ്റഡീസിനെ കുറിച്ചിട്ട് എന്താ മക്കളിങ്ങനെ തോന്നുന്നത്? ഈ പറഞ്ഞതുപോലെ തന്നെ സ്കൂളിൽ തുടങ്ങിയതിന് ശേഷം നിങ്ങൾ പഠിക്കുന്നതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണോ ഈ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരുപാട് തിയറിയും മറ്റുമൊക്കെ കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണോ ബിസിനസ് സ്റ്റഡീസ് എന്നുള്ളതിൽ? ഓക്കെ, ചിലപ്പോൾ ഞാൻ പറയും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് തിയറി ഭാഗമായതുകൊണ്ട് തന്നെ ചിലപ്പം ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ ചെറിയ രീതിയിൽ ഒരു ബോറടിയൊക്കെ ഉണ്ടാവും. ഇറ്റ്സ് നാച്ചുറൽ അല്ലേ. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുറേ സമയം ഇങ്ങനെ വരുന്നു, ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ പോലെ. അപ്പോൾ അതിൻ്റെ ഒരു മടുപ്പ് ഒരു ചെറിയ രീതിയിൽ, ഓക്കെ, നോട്ട് എ ബിഗ് വൺ, ഓക്കെ, സ്റ്റിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എന്തൊക്കെയാണ് ഈ 3 ചാപ്റ്റേഴ്സ്? യു നോ ദീസ് 3 ചാപ്റ്റേഴ്സ്, ബട്ട് സ്റ്റിൽ ഒരു പഠിക്കുന്ന സമയത്ത് എങ്ങനെ ഒരു വെയിറ്റേജോട് കൂടി പഠിക്കാം, ഈ പറഞ്ഞതുപോലെ ഏതൊക്കെ ടോപ്പിക്സിന് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് അധികം കൊടുക്കാം എന്നൊക്കെ രീതിയിലുള്ള ഒരു ചെറിയ ഡിസ്കഷൻ വീഡിയോ ആണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വെൽക്കം ടു എനിവേ ലീവ് ഇറ്റ്. ഓക്കെ, സോ നമ്മൾ തുടങ്ങുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ 3 ചാപ്റ്റേഴ്സ് ആണ്. ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസ് എന്ന് പറയുന്ന ഈ 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എന്തിനുള്ളത്. വി ആർ എക്സ്പെക്ടിങ് ഫോർ യുവർ എക്സാമിനേഷൻ കേട്ടോ. ഓണപരീക്ഷയ്ക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ 3 ചാപ്റ്റേഴ്സ് ആണ്. സോ ഫസ്റ്റ് ചാപ്റ്ററിലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ 11th സ്റ്റാൻഡേർഡ് ആണ്, കൊമേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് പുതിയതായിട്ട് വരികയാണ്. ഇതുവരെ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല. സോ എൻ്റർ ചെയ്യുമ്പം തന്നെ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല അല്ലേ. ലൈറ്റ് ആയിട്ടാണ് അല്ലേ, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എന്താക്കാം, കുറച്ച് ടഫ് കാര്യങ്ങൾ കൊടുക്കാം. അങ്ങനെയാണല്ലോ നമ്മുടെ എല്ലാത്തിൻ്റെയും സ്ട്രാറ്റജി അല്ലേ. അതൊന്ന് എളുപ്പമാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ടഫാക്കുക. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ചാപ്റ്റേഴ്സും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആദ്യമൊക്കെ നമുക്ക് വളരെ എളുപ്പമുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാവുന്ന ബിസിനസ്സുമായി കുറേ ബന്ധപ്പെടുത്തിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു പോകാനുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു ദ ചാപ്റ്റേഴ്സ് അല്ലേ. ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സിൽ ഏറ്റവും ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അല്ലേ. എന്താണ് ബിസിനസ് എന്നും ആ ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നല്ലേ. ഓക്കെ, ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് പുതിയതാണ്, പക്ഷേ ബിസിനസ് എന്നുള്ളൊരു വേർഡോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും എന്തല്ല ഒരു പുതിയ കാര്യമല്ല. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫാമിലിയിൽ ബിസിനസ് ഉള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം കണ്ടവരായിരിക്കാം നിങ്ങൾക്ക്. ആ ഒരു രീതിയിൽ എന്താണ്, ഇറ്റ്സ് എ വെരി ഈസി ടോപ്പിക് അല്ലേ. സോ സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് വൺ, നേച്ചർ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ബിസിനസ്. ജസ്റ്റ് എന്താണ് ബിസിനസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ എന്താണ് പറയുന്നത് ടോപ്പിക്കിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. വിത്ത് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഓഫ് ഡിഫറെൻറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസ് അല്ലേ. വലിയ ഓർഗനൈസേഷൻ, ചെറിയ ഓർഗനൈസേഷൻ ഒക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്ന ചാപ്റ്റർ ആയിരുന്നു ഇത്. ആൻഡ് വി ഗോ ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നു. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ബിസിനസ്സിനുള്ളത്, ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ബിസിനസ് ആകുമ്പോൾ എന്തൊക്കെയാണ് പ്രോഫിറ്റ് മോട്ടീവ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു ബിസിനസ്സിനുള്ള കുറച്ച് സ്വഭാവ സവിശേഷ ഗുണങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് വി ക്ലാസിഫൈഡ് അവർ ബിസിനസ് അല്ലെ. ബിസിനസ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓൺ ദി ബേസിസ് ഓഫ് ഇവൻ്റെ ഓണേഴ്സിൻ്റെ ബേസിലും ഓണർഷിപ്പിൻ്റെ ബേസിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്,
ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. നൗ ഈ ബിസിനസ് എന്ന് പറയുന്നത് ഓക്കെ ഓണേഴ്സിന് ഇതിലെ ക്ലാസിഫിക്കേഷൻ അല്ല ഇവിടെ നടക്കുന്നത്. ഹിയർ ദ ഡിവൈഡ് ദ ബിസിനസ് ഇൻറ്റു ടു അല്ലേ, ഈ പറഞ്ഞതുപോലെ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിവിഷൻ നടക്കുന്നുണ്ട്. സോ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ആർ ദ ടു പാർട്സ് അല്ലേ. ഓക്കെ, ദാറ്റ് ഇൻഡസ്ട്രി ഈസ് അഗെയിൻ ബീൻ ഡിവൈഡഡ് ഇൻറ്റു, ഇങ്ങനെ കുറേ ഡിവിഷൻസ് ഒക്കെ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. പക്ഷേ അത് ഭയങ്കര ഹാർഡായിട്ടുള്ള ഡിവിഷൻസ് ഒന്നും അല്ല, നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ട്. ഡിവൈഡ് ഇൻഡസ്ട്രിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് ദി കൊമേഴ്സ് എന്ന് പറയുന്ന ഭാഗവും കൂടി പഠിക്കുന്നുണ്ട്. ഫ്രം ദാറ്റ് കൊമേഴ്സ് നമ്മൾ എന്ത് പഠിക്കുന്നു, ഫംഗ്ഷൻ ഓഫ് കൊമേഴ്സ് പഠിക്കുന്നു. സം ഹിൻഡ്രൻസസ് അല്ലേ, ഹിൻഡ്രൻസസ് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ള കുറച്ച് ടോപ്പിക്സ് പഠിക്കുന്നു. ആൻഡ് യു നോ ദീസ് functions of commerce and auxiliaries to trade, these both are same അല്ലേ, രണ്ടും സെയിം ആണ്. ആ ടോപ്പിക്സ് ഒന്ന് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അടുത്തയിലേക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ ഗോ ത്രൂ ദി 2 പോയിന്റ് പഠിക്കുക. ട്രേഡ് എന്ന് പറയുന്ന ഒരു ഈസി ടോപ്പിക് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട്, നോട്ട് എ ബിഗ് വൺ എന്നുള്ള രീതിയിലും പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്തത്, ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിലേക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. പിന്നെ ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്നൊക്കെ ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സിലുള്ള കാര്യങ്ങൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഒബ്ജക്റ്റീവ്സിൽ പറയും. പിന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ കൂടെ പറപ്പായിട്ടുള്ള ബിസിനസ് റിസ്ക് എന്താണെന്നും കൂടി പറഞ്ഞിട്ട് ഈ ചാപ്റ്റർ എന്താവുന്നുണ്ട്, എൻഡ് ആവുന്നുണ്ട്. ആൻഡ് ഇത് ചോയ്സ് പറഞ്ഞതുപോലെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്ന ഒരു സ്മോൾ ടോപ്പിക്കും കൂടി ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ബട്ട് സ്റ്റിൽ ഇത്രയും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓണം എക്സാമിന് 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വി ആർ എക്സ്പെക്ടിങ് അല്ലേ, നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, 3 ചാപ്റ്റേഴ്സിൽ നിന്ന് 80 മാർക്ക് എന്ന് പറഞ്ഞാൽ എബൌട്ട് 20 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്റർ എന്ന് ചോദിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും, ചിലപ്പോൾ 20 മാർക്സ് ചോദിച്ചേക്കാം, 15 മാർക്ക് ചോദിച്ചേക്കാം. ഓക്കെ, സോ എബോവ് ഓവർ ദർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനില്ല, 3 ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ടോപ്പിക്കും വിടാനുള്ളൊരു സാഹചര്യം നമുക്കില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഫോക്കസ് ആൻഡ് ലേൺ. ഈ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ പഠിക്കുക. ചിലപ്പോൾ സ്കൂൾസൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നെങ്കിൽ ചിലപ്പോൾ അവർ എന്ത് ചെയ്യാറുണ്ട്, കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാറുണ്ട്, കുറയ്ക്കാറുണ്ട്. ചിലപ്പോൾ 40 മാർക്സിൻ്റെയും അതേപോലെ തന്നെ മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആക്കാറുണ്ട്. ബട്ട് വി വിൽ സീ. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു, ഈ ക്വസ്റ്റ്യൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ ഈ ടോപ്പിക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പഠിക്കാൻ ഇത് കുറേ ടോപ്പിക്സ് ഉണ്ടെങ്കിലും വലിയ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇത് അത്ര വലുപ്പമില്ല. ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഇൻഡസ്ട്രി ആയിട്ടും കൊമേഴ്സ് ആയിട്ട് പോകും. പിന്നെ അതിൻ്റെ അടിയിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ ടോപ്പിക്സ് എന്നൊക്കെ പറയുന്നത്. സോ ഗോ ത്രൂ ദാറ്റ് ഓൾ ദീസ് ടോപ്പിക്സ്. ഓക്കെ, രണ്ടാമത്തെ ചാപ്റ്റർ ഐ എം ജസ്റ്റ് കമ്മിറ്റിംഗ് ദാറ്റ് ഒരു വലിയ ചാപ്റ്ററാണ്. ശരിക്കും പറയാലോ, അത്യാവശ്യം ടോപ്പിക്സ് ഉള്ള, അത്യാവശ്യം വലുപ്പമുള്ള, നിങ്ങൾ ചിലപ്പം ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പറയുന്നത് പെട്ടെന്ന് കഴിഞ്ഞെങ്കിൽ ഈ സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് കുറേ ദിവസമായിട്ട് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടാവും അല്ലേ. ഈ പറഞ്ഞതുപോലെ അതിങ്ങോട്ട് പഠിച്ചിട്ടും എത്തുന്നില്ല. കുറേ ഫീച്ചേഴ്സ്, കുറേ മെറിറ്റ്സ്, കുറേ ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിട്ടിട്ട് ഇങ്ങനെ വട്ടം കറക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത്, സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ അതൊന്ന് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ, അത് ഈ പറഞ്ഞതുപോലെ കുറച്ചും കൂടി ഇതൊക്കെ നമ്മുടെ നാട്ടിലത്തെ കുറച്ച് എക്സാമ്പിളൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്തുണ്ടാവില്ല, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, ഈ ബിസിനസ്സുകളെല്ലാം നമ്മുടെ നാട്ടിലുള്ളതാണ്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ബിസിനസ്സുകൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റിൽ നോക്കുന്ന സമയത്ത് അതെന്തല്ല, ഭയങ്കര ഹാർഡായിട്ടുള്ള സാധനമൊന്നുമല്ല. ആൻഡ് റിപ്പീറ്റഡ് പോയിന്റ്സ് ആർ ദർ, അതൊക്കെ വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് വി ഹാവ് 5 ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസ് അല്ലേ. നമുക്ക് പ്രൈവറ്റ് കമ്പനീസിൽ 5 ഓപ്ഷൻസ് ആണുള്ളത്, സ്റ്റാർട്ടിങ് ഫ്രം ദ സോൾ പ്രൊപ്രൈറ്റർ അല്ലേ. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എന്ത് പഠിക്കണം, ഈ പറഞ്ഞതുപോലെ മെറിറ്റ് പഠിക്കണം. വി വിൽ ലേൺ ദ മെറിറ്റ്. ആദ്യം നമ്മൾ എന്ത് പഠിക്കും, ഫീച്ചേഴ്സ് പഠിക്കും. ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്. ഇത് കോമൺ ആണ്. എങ്ങനെ, ഈ 5 ഫോംസിലും കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് ഫീച്ചേഴ്സ്, മെറിറ്റ്, ഡിമെറിറ്റ് എന്നുള്ളത്. ഓക്കെ, അത് പഠിക്കാം. ഓക്കെ, സോ പഠിക്കുന്ന സമയത്തും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് പഠിക്കണം, മസ്റ്റായിട്ട് പഠിക്കണം, മസ്റ്റായിട്ടും പഠിക്കണം, മസ്റ്റായിട്ടും പഠിക്കണം. ഒരു ഓപ്ഷൻ ഇട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് യു ലേൺ ദിസ്, സെക്കൻഡ് യു ലേൺ ദിസ്, തേർഡ് യു ലേൺ ദിസ്, ഫോർത്തും ഫിഫ്ത്തും നിങ്ങളെ ചോയ്സിനനുസരിച്ചിട്ട് പഠിച്ചോ എന്നുള്ള രീതിയിലാണ്. ആൻഡ് ദിസ് വൺ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ടോപ്പിക്ക് ഇൻ ബിറ്റ്വീൻ എന്തായാലും പഠിച്ചിരിക്കാം. ഈ 5 ഫോംസ് പഠിക്കുന്ന സമയത്തുള്ള ഒരു ഓർഡറാണ് ഞാൻ ജസ്റ്റ് ഫ്രം മൈ ഓൺ സൈഡ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. എന്തായാലും ജോൺ സ്റ്റോക്ക് കമ്പനിയുടെ സൈഡിൽ നിന്ന്, ടൈപ്സ് ഓഫ് കമ്പനീസിൽ നിന്ന് അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിൻ്റെ മെറിറ്റ്സ് എക്സ്പെക്ട് ചെയ്യാം, ഫീച്ചേഴ്സ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പിൻ്റെ ഭാഗത്തുനിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസിനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയ ആണ്. കാരണം അതിൽ പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് പറയുന്നുണ്ട്. ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ട്ണർഷിപ്പ് ഡീഡ്
ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പാർട്ട്നേഴ്സിൻ്റെ ഫീച്ചേഴ്സും മെറിറ്റും ഡിമെറിറ്റും ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്കാണ് ടൈപ്സും അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഡീഡൊക്കെ ഇറ്റ്സ് എ വെരി വെരി ഈസി ടോപ്പിക്. ഓക്കെ, ഒരു പ്രശ്നമില്ല പഠിക്കാൻ. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി കർത്തയുടെ റോളും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ആൻഡ് അഗെയിൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ടൈപ്സും പഠിച്ചു വെക്കുക. ചോയ്സ് ഓഫ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ദേ മൈറ്റ് ആസ്ക് ഇറ്റ് അഗെയിൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. വലിയ ചാപ്റ്ററാണ്, പക്ഷേ ദ ടോപ്പിക്സ് ആർ വെരി മച്ച് സെയിം. ഓക്കെ, ഫീച്ചേഴ്സ്, മെറിറ്റ്, ഡിമെറിറ്റ് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ച് പോവുക. ആൻഡ് ഫോളോ ദിസ് ഓർഡർ. ഐ എം എക്സ്പെക്ടിങ് ഈ ഒരു ഓർഡറിൽ അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ എന്തായാലും നിങ്ങളുടെ എക്സാമിന് ദേ ആർ ഗോയിങ് ടു ആസ്ക് ഫോർ യുവർ ഓൺ എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിൽ ഏതാ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കൂടുതൽ മാർക്കും കുറച്ച് ചാപ്റ്റേഴ്സും ആയതുകൊണ്ട് ദേ മൈറ്റ് ആസ്ക് എ ബെറ്റർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഫ്രം ദ ലാസ്റ്റ് ചാപ്റ്റർ പ്രൈവറ്റ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസ് ഇസ് എ വെരി 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 സ്മോൾ ചാപ്റ്റർ കമ്പയറിംഗ് ടു ദ സെക്കൻഡ് ചാപ്റ്റർ കേട്ടോ. അതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. എന്ത് ചെയ്യുക, ഈ 3 എണ്ണം കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. അത് അത്ര വലിയ ടോപ്പിക്സ് ഒന്നുമല്ല, വളരെ സിമ്പിളാണ്. എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, ഗവൺമെൻറ് കമ്പനി എന്താണെന്ന് പഠിച്ചേക്കുക. ഗ്ലോബൽ എന്റർപ്രൈസിനെ കുറിച്ചും പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ഈ പറഞ്ഞ പോലെ PPPയും പഠിച്ചു വെച്ചേക്കുക. ഇതെന്നിട്ട് ഇത് ലാസ്റ്റ് പഠിക്കാം കേട്ടോ. ഓക്കെ, PPPനെ കുറിച്ച് അധികം ഒന്നും പറയുന്നില്ല. എന്താണ് PPP എന്ന് മാത്രം പഠിച്ചത്. പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് എ സിമ്പിൾ ടോപ്പിക്കാണ്. പിന്നെയും പഠിക്കാനുണ്ടാവുക ഈ പറഞ്ഞതുപോലെ ഈ 4 ആൾക്കാരെ കുറിച്ചാണ്. ബട്ട് സ്റ്റിൽ ഈ 4 ടോപ്പിക്സും ഇറ്റ്സ് എ വെരി വെരി ഈസി ടോപ്പിക്സ് കേട്ടോ. എന്താണ് ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇവർ തമ്മിലുള്ളൂ. ഗ്ലോബൽ എന്റർപ്രൈസ് പിന്നെ ഒരു വലിയ എന്റർപ്രൈസ് ആണെന്നുള്ളത് രീതിയിലും കൂടി മുന്നോട്ട് പോകും. ഓക്കെ.